ദാ ഇത് കണ്ടോ, ഞാൻ നിന്നെ അടിച്ചു തെറിപ്പിച്ചു കളഞ്ഞില്ലേ. ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഞാൻ നിന്നെ തട്ടി തെറിപ്പിക്കാൻ പോവുകയാ. ഒന്ന് മാറിപ്പോടാ, ഇപ്പൊ നോക്കിക്കോ. ഏയ് മാറ് മാറ് മാറ്. ഞാൻ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വിജയിച്ചു കഴിഞ്ഞാലേ പാർട്ടിയാണ് പാർട്ടി. എടാ അനിയ, ഈ പീസ് എന്റേതാ. ആദ്യം കൈവച്ചതേ ഈ ഞാനാ. അങ്ങനെ നോക്കുമ്പോൾ ഇത് എന്റേതാ. ആദ്യം കൈവച്ചത് നീയാണെന്ന് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല, ഈ ഞാനാ പറഞ്ഞത്. ഈ ലാസ്റ്റ് സ്ലൈസ് ബണ്ടിയുടെ വയറ്റിലായിരിക്കും പോകുന്നത്. എടാ, കൂടുതൽ അഭ്യാസം ഒന്നും കാണിക്കണ്ട. ഇത് എന്റെ സ്ലൈസാ. അല്ല, ഇത് എന്റേതാ. ഞാൻ ഇതിനെ കുറിച്ച് മമ്മിയോട് ചെന്ന് കംപ്ലൈന്റ് ചെയ്യും പറഞ്ഞേക്കാം. അല്ലാതെ നിനക്ക് എന്തറിയാടാ? എന്ത് പറഞ്ഞാലും മമ്മി. എടാ ചിക്കു, നിന്നെ ചിക്കു ഷേക്ക് ആക്കിയില്ലെങ്കിലേ നോക്കിക്കോ. 1 2 3 ഔട്ട്. എടാ, നിന്നെ ഞാനിന്ന് ഒരു വഴിക്കാക്കുന്നുണ്ട്. 6 7 8. ഇന്ന് ഈ സ്ലൈസിന് വേണ്ടി ഒരു വാർ നടക്കും. മമ്മി ഇന്ന് വീട്ടിലില്ല. ഇന്ന് ഈ ഫീൽഡ് മൊത്തം നമ്മുടേതാ. എടാ, ആ സ്ലൈസ് എന്റേതാണ്. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ നീ പിച്ചിലേക്ക് വാ. ചീക്കു, ബണ്ടി, ഇന്ന് സൺഡേ അല്ലേ? കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തന്നെ വേണം. എനിക്ക് സ്പെഷ്യൽ ചീസ് പാസ്തയാണ്. അതുകൊണ്ട് ഇന്ന് പാസ്തയെ ഉണ്ടാക്കൂ. പക്ഷെ എന്റെ സ്പെഷ്യൽ ഡെഫിനേഷൻ പാസ്തയല്ല, നൂഡിൽസ് ആണ്. അതുകൊണ്ട് ഇന്ന് നൂഡിൽസ് കഴിച്ചാൽ മതി. പാസ്ത, നൂഡിൽസ്, പാസ്ത, നൂഡിൽസ്, പാസ്ത. അയ്യോ ബണ്ടി, നിന്റെ മ്യൂസിക് സിസ്റ്റം താഴെ പോ. ചിക്കു, ഇന്ന് നിന്നെ മിൽക്ക് ഷേക്ക് ആക്കും ഞാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. മമ്മി, ഇന്ന് പാസ്ത ഉണ്ടാക്കോ പ്ലീസ്? മമ്മി, ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമോ പ്ലീസ്? ബണ്ടി, കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കി തന്നത്. ഈ ആഴ്ച ചിക്കുവിന്റെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കാം. പക്ഷേ പാസ്ത ഉണ്ടാക്കാൻ തക്കാളി ഇല്ലല്ലോ. എല്ലാം തീർന്നു പോയിരിക്കുക. ചീക്കു, നീ വേഗം കിച്ചൺ ഗാർഡനിലേക്ക് പോയിട്ട് തക്കാളി എടുത്തോണ്ട് വാ. ഞാൻ ഉണ്ടാക്കി തരാം. തക്കാളി ഇല്ലെങ്കിൽ സൺഡേ സ്പെഷ്യൽ പാസ്തയുമില്ല. രാവിലെ ഈ ചെടിയിൽ നിറച്ച് തക്കാളി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ഇത് എവിടെ പോയി? സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം തീർന്നു പോകുന്നത് പോലെ. തക്കാളി ഇല്ലെങ്കിൽ പാസ്തയും ഇല്ല. ബണ്ടി, നീ വെറുതെ എന്നെ പ്രാന്താക്കല്ലേ. മര്യാദക്ക് തക്കാളി താ. നീ നിന്റെ പടി നോക്കിട്ട് പോടാ. ഞാൻ തക്കാളി കൊണ്ട് തന്നെ അടിക്കും. തക്കാളി പിടിച്ചിട്ട് വലിയ ആളാന്ന് വിചാരിക്കണ്ട. ഈ എല്ലാ തക്കാളി കൊണ്ട് ഞാൻ അടിക്കും. അനിയ, നീ മറന്നുപോയോ ഞാൻ ചേട്ടനാണെന്ന്? ശരി, നീ ഒരു കാര്യം പറ. ബണ്ടിക്ക് പാസ്ത അല്ലല്ലോ, നൂഡിൽസ് അല്ലേ ഇഷ്ടം? അവനൊന്ന് പാസ്ത കഴിക്കോ? മമ്മി, അവന്റെ മൈൻഡൊക്കെ മാറി. അവനിപ്പോ പാസ്ത കഴിച്ചാ മതി. അവൻ തന്നെ എനിക്ക് തക്കാളി പറിച്ചു തന്നു. എന്നാ ശരി, അപ്പൊ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്ക്. ഈ പാസ്ത ഒന്ന് റെഡി ആയി കഴിഞ്ഞ പിന്നെ ബണ്ടിക്ക് പാസ്ത കഴിക്കാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഐഡിയ. മമ്മിക്ക് മുത്തശ്ശിയുടെ ഫോൺ വരുവാണെങ്കിൽ മമ്മിക്ക് സമയം പോകുന്നത് അറിയില്ല. സംസാരിച്ചുകൊണ്ടേയിരിക്കും. മൊബൈലിന്റെ ബാറ്ററി കഴിഞ്ഞാലും മുത്തശ്ശിയുടെ മമ്മിയുടെ സംസാരം കഴിയില്ല. മമ്മി, ദേ മുത്തശ്ശി വിളിച്ചിരിക്കുന്നു. മുത്തശ്ശിയുടെ ഫോണോ? താത്താ വേഗം താ. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കട്ടായി പോയി. 2 മണിക്കൂർ മാത്രമേ സംസാരിച്ചുള്ളൂ. പതുക്കെ സംസാരിച്ചാൽ മതി. ധൃതിയൊന്നുമില്ല മമ്മി.
അവസാനം പാസ്തയാണല്ലോ ഉണ്ടാക്കുന്നത്. ചീക്കു എന്താണോ ആഗ്രഹിക്കുന്നേ അത് എവിടെ നടക്കൂ. ശരി, ഏത് തരം പാസ്തയാ ഉണ്ടാക്കുന്നേ? ബ്ലാക്ക് പാസ്തയാണോ? അയ്യോ ബണ്ടി, ഒന്നും അറിയാത്ത പൊട്ടൻ. പാസ്തയുടെ കളർ ബ്ലാക്ക് അല്ല, റെഡ് ആണ്. പക്ഷെ അതൊക്കെ നിനക്കെങ്ങനെ അറിയാനാ? നീ ഇതുവരെ ന്യൂഡിൽസ് മാത്രല്ലേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. നിന്റെ ഈ പാസ്തയുടെ സ്വപ്നമൊക്കെ സത്യം പറയുമ്പോൾ തന്നെ മാറിക്കോളും. ഹേ അല്ല മമ്മി, ഇന്നെനിക്ക് ഒരു ധൃതിയുമില്ല. നമുക്ക് റിലാക്സ് ആയിട്ട് സംസാരിക്കാം. അതെ, ഇന്നലെ പറഞ്ഞു. പാസ്ത റെഡിയായോ? പാസ്ത? ഓ നോ, പാസ്ത. ഹലോ മമ്മി, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് വിളിക്കാട്ടോ. സോറി ചിക്കു. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറ. നിന്റെ റെഡ് പാസ്ത ഇപ്പോ ബ്ലാക്ക് പാസ്തയായി മാറിയല്ലേ?